അപ്പം അനുഭവിച്ച് അറിഞ്ഞ് എനിക്ക് ഉപകാരപ്പെട്ടത് കൊണ്ടാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ സ്പീച്ചിന് മുമ്പായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ച് ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ട്. അതുപോലെ സ്റ്റേജിൽ കയറി 2 വാക്ക് പറയുക, ഒരു സ്പീച്ച് നടത്തുക, ഇതൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. സ്റ്റേജ് ഫിയർ, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, ഇതൊക്കെ എനിക്കും പണ്ട് ഈ പ്രശ്നം ഉണ്ടായിരുന്നതാണ്. ഞാനതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തതെന്നാണ് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരുന്നത്. അപ്പം അതിന് സഹായിക്കുന്ന ഒരു മുദ്രയാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. സിമ്പിൾ മുദ്ര. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ സ്പീച്ചിന് മുമ്പായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ച് അടുക്കും ചിട്ടയോടും കൂടി മറ്റുള്ളവരിലേക്ക് കൺവേ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. അതായത് നമ്മുടെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യും, നമ്മുടെ കോൺസെൻട്രേഷൻ കൂടും, ഒരു മെൻ്റൽ ക്ലാരിറ്റി വരും. മുദ്ര സയൻസ് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളും നമ്മളും എല്ലാം നമ്മുടെ ബോഡി പഞ്ചഭൂത നിർമ്മിതമാണ്. പഞ്ചഭൂതങ്ങൾ അഗ്നി, വായു, ആകാശം, പൃഥ്വി, ജലം, ഇവയാൽ നിർമ്മിതമാണ് ഈ പ്രകൃതിയും നമ്മളും സകല ജീവജാലങ്ങളും. അപ്പോൾ ഇതിനെല്ലാം ഒരു സന്തുലിതാവസ്ഥ വേണം. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോഴാണല്ലോ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ഈയിടെ തന്നെ മഴയും വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ ഇങ്ങനെയൊക്കെ ഉണ്ടായത് ആ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. നമ്മൾ പല സ്റ്റഡീസിനെ കുറിച്ചും ഗാഡ്ഗിൽ റിപ്പോർട്ട്, കസ്തൂരി രംഗൻ റിപ്പോർട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും മനുഷ്യൻ അവയൊക്കെ അവഗണിച്ചിട്ട് വീണ്ടും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെ മുമ്പോട്ട് പോയപ്പോൾ പ്രകൃതി ദുരന്തം ഉണ്ടാവുക സ്വാഭാവികം. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. നമ്മുടെ ശരീരത്തിൽ ഈ പഞ്ചഭൂതങ്ങളുടെ അനുവാദം ശരിയാകാതെ വരുമ്പോഴാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് മുദ്ര സയൻസ് പറയുന്നത്. ഈ അനുവാദം ശരിയാകാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ പ്രവാഹം പല സ്ഥലങ്ങളിൽ തടസ്സപ്പെടുകയും അങ്ങനെ രോഗങ്ങളുണ്ടാവുകയും ചെയ്യുന്നു. പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ബാഹ്യമായ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകാം. അതുപോലെ തന്നെ നമ്മുടെ തന്നെ ചിന്താരീതി, നമ്മുടെ പെരുമാറ്റം, നമ്മൾ പ്രതികരിക്കുന്ന രീതി, ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ ഈ അനുപാതം, പഞ്ചഭൂതങ്ങളുടെ അനുപാതത്തെ വ്യത്യാസപ്പെടുത്താം. ഓട്ടോമാറ്റിക്കലി ശരീരത്തിൽ ഒരു പ്രതിരോധ വ്യവസ്ഥയുണ്ട്. ഇതിനെ ഒന്ന് സന്തുലിതമാക്കാൻ ശ്രമിക്കും. പക്ഷെ ചില സമയത്ത് നമ്മൾ ഇപ്പം ഡോക്ടറെ കണ്ട് മെഡിസിൻ കഴിക്കുന്നത് പോലെ മറ്റു കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യുക. അതിനാണ് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഒരു പ്രത്യേക മുദ്രയാണ്. സിമ്പിളായിട്ട് ചെയ്യാവുന്ന മുദ്രയാണ്. എപ്പോൾ ചെയ്യണം അങ്ങനെയൊന്നുമില്ല, നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാം. മുദ്രയുടെ പേര് ഹാക്കിനി മുദ്ര എന്നാണ്. ഈ വാക്ക് ഹാക്കിനി എന്ന് പറയുന്നത് ഒരു ഹിന്ദു ഗോഡസ് ആണ്. നമ്മളുടെ ലക്ഷ്മി, സരസ്വതി ഇങ്ങനെയൊക്കെ കാണുന്ന കോമണായിട്ട് നമ്മൾ കേൾക്കുന്ന ആ ഒരു പേരല്ല. അത് ആക്ച്വലി ഹിന്ദു താന്ത്രിക പാരമ്പര്യത്തിൽപ്പെട്ട ഒരു ഗോഡസ് ആണ്. നമ്മൾ ചക്രങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായി, ഷഡ്ചക്രങ്ങൾ. അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. അപ്പം ഓരോ ചക്രങ്ങളിൽ മേലും നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രതീകാത്മകമായി ഓരോ ഗോഡസ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. ഗോഡസ് അല്ലെങ്കിൽ ഗോഡ്, ദേവത, ദേവൻ, ഇങ്ങനെ നമ്മൾ പ്രതീകാത്മകമായ ധ്യാനം കുറച്ചുകൂടെ എളുപ്പമാക്കാൻ, കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ പ്രതീകാത്മകമായി ചെയ്യുന്നത്. അപ്പം ഈ ഹാക്കിനി എന്ന് പറയുന്ന ഗോഡസ് നമ്മുടെ ആജ്ഞാചക്രവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഈ മുദ്ര അനുഷ്ഠിക്കുന്നത് വഴി നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുവഴി നമ്മുടെ സ്ട്രെസ്സ്, ഉത്കണ്ഠ ഇതൊക്കെ കുറഞ്ഞിട്ട് നമ്മുടെ തിങ്കിങ് ക്ലിയർ ആകും. നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നു. കേൾക്കുന്നവർക്കത് മനസ്സിലാവുന്നു. ഓക്കെ, അപ്പം ഈ മുദ്ര ചെയ്യുന്നത് ഇത്രയാണ്. സിമ്പിളാണ്. വിരലുകളിലെ ടിപ്പുകൾ തമ്മിലിങ്ങനെ യോജിപ്പിക്കുക, ഇതേ ഉള്ളൂ. ഇതാണ് മുദ്ര. ഇതെപ്പോൾ വേണേൽ ചെയ്യാം. നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ അതുപോലെ നമ്മൾ വല്ലവരോടും ഒക്കെ സംസാരിച്ചിട്ടിരിക്കുമ്പോഴോ ഒക്കെ നമുക്കിങ്ങനെ പിടിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, ചില മീറ്റിങ്ങുകളിലൊക്കെ സെലിബ്രിറ്റീസ് സ്റ്റേജിലിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്
ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. പണ്ട് ഞാൻ വിചാരിച്ചിരുന്നു അത് വെറുതെ അങ്ങനെ കാഷ്വലായിട്ട് വെക്കുന്നതെന്നാണ്. പക്ഷേ അതല്ല, ഇതൊരു മുദ്രയാണ്. ഇത് നമ്മളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് നമ്മുടെ ടെൻഷൻ കുറച്ച് നന്നായിട്ടൊരു സ്പീച്ച് നടത്താൻ നമ്മളെ സഹായിക്കും. ഇത് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനിത് ഒരു 2 വർഷമായിട്ട് ഇത് റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച് കാണാം, ഞാൻ സംസാരിക്കുമ്പോൾ, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ പലപ്പോഴും ഞാൻ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് എനിക്ക് വരുന്നതാണ്. അങ്ങനെ ചെയ്ത് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പം ഒന്നുമില്ല, നിങ്ങൾക്ക് സാധിക്കുന്ന സമയത്തൊക്കെ കൈകൾ ഇങ്ങനെ വെക്കുക. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ ദിവസം കൊണ്ട് നടക്കില്ല, റെഗുലറായിട്ട് ചെയ്യുക. ഞാൻ എൻ്റെ സ്കൂളിലെ സ്റ്റുഡൻസിനോടൊക്കെ പറയുന്നത് വെറുതെ രാവിലെ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കാനാണ് പറയുന്നത്. വെറുതെ നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിച്ചിരിക്കാം. അതല്ലെങ്കിൽ ഈ മുദ്ര പിടിച്ചിട്ട് നമ്മുടെ ആജ്ഞാചക്ര, അതായത് പിരികൾക്ക് മധ്യേ കോൺസെൻട്രേറ്റ് ചെയ്ത് 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഇരിക്കുക. അപ്പം അനുഭവിച്ച് അറിഞ്ഞ് എനിക്ക് ഉപകാരപ്പെട്ടത് കൊണ്ടാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. അതുപോലെ ഇങ്ങനെ പ്രശ്നങ്ങളുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ രാവിലെ വെറുതെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരുത്തുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.